So hello friends, welcome back. Indian football എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു മാച്ചാണ് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ, ദ കൊൽക്കത്ത ഡെർബി. റീസെൻ്റ് ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ എപ്പോഴും ഈസ്റ്റ് ബംഗാളിനെ കീഴ്പ്പെടുത്താറാണ് പതിവ്. പക്ഷേ ഡ്യൂറൻ കപ്പിലെ ഈ വർഷം നടക്കുന്ന ഡ്യൂറൻ കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാനെ തോൽപ്പിച്ചിരിക്കുകയാണ്. 2-1 ഗോൾ മാർജിനിലാണ് ഓസ്കാർ ബ്രൂസിൻ്റെ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാനെ തോൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ചോദ്യം എങ്ങനെ എന്നുള്ളതാണ്. അതിൽ ആ ഒരു മാച്ച് കണ്ടപ്പോൾ തന്നെ ആ ഒരു മാച്ചിൽ ഓസ്കാർ യൂസ് ചെയ്തിട്ടുള്ള ഫോർമേഷനും വേരിയേഷൻസൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലെ മിക്കായൽ സാറെ ആണെങ്കിലും ഡേവിഡ് കറ്റാലെ ആണെങ്കിലും അവരുടെ പ്രീവിയസ് സീസൺസിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഫോർമേഷൻ ഒരു 4-5-1 അല്ലെങ്കിൽ 4-3-3 തന്നെ ഒരു വി ഷേപ്പിലുള്ള ഫോർമേഷൻ 4-1-2-3 അങ്ങനെ പല രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ഫോർമേഷൻ ഉണ്ട്. അത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും അതിന് കാരണം ഒരു സിംഗിൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നമുക്കങ്ങനെ വിശ്വസിച്ച് ഒരാളെ മാത്രം ആ ഒരു ലൈനിൽ നിർത്തി കളിപ്പിക്കാൻ പാകത്തിനൊരു പ്ലെയർ ഇന്ത്യൻ പ്ലെയറോ ഫോറിൻ പ്ലെയറോ റീസെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം പല സമയത്തും ഒരു ഡബിൾ പിവറ്റ് അല്ലെങ്കിൽ ഒരു 4-2-3-1 അല്ലെങ്കിൽ 4-2-1-3 അങ്ങനെയുള്ള ഫോർമേഷനിലേക്കാണ് പല സമയത്തും മിക്കാൽ സാറെ ആണെങ്കിലും ഡേവിഡ് കാറ്റാലെ ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിപ്പിച്ചിരുന്നത്. പക്ഷെ എന്നാൽ ഈ ഒരു മാച്ചിലേക്ക് വരികയാണെങ്കിൽ സൗൾ ക്രസ്പോ എന്ന ഒറ്റ വിദേശ താരത്തെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫോർമേഷനിൽ ഓസ്കാർ ബ്രൂസൻ ഈസ്റ്റ് ബംഗാളിനെ ഇറക്കുന്നത്. നമ്മളൊരു ഫോർമേഷനിലേക്കും അതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ബാക്ക് പെയറായിട്ട് അൻവർ അലിയും അതുപോലെ തന്നെ ഫോറിൻ പ്ലെയറായിട്ടുള്ള കെവിൻ സിബില്ലയായിരുന്നു. അതുപോലെ തന്നെ ഫുൾ ബാക്സിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് ബാക്കായിട്ട് മുഹമ്മദ് റാക്കിബും ലെഫ്റ്റിൽ സുങ്നുങ്ക ഉണ്ടായിരുന്നു. അവർക്ക് ഫ്രണ്ടിലായിട്ട് പല സമയത്ത് ഒരു ലോൺലി DMF ആ ഒരു രീതിയിലാണ് നമ്മൾ സൗൾ ക്രസ്പോയെ കാണുന്നത്. അദ്ദേഹത്തിന് മുന്നിലായിട്ട് 2 പ്ലേയേഴ്സ് സെൻട്രൽ മിഡ്ഫീൽഡർ ആ ഒരു ഹാഫ് സ്പേസസ് യൂസ് ചെയ്ത് കളിക്കുന്ന പൊസിഷനിൽ 2 പ്ലേയേഴ്സാണ് നമ്മൾ കണ്ടത്. ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള മിഗ്വൽ പെരേരയും അതുപോലെ തന്നെ നൗറ മയർസിംഗും. 2 വിങ്ങുകളിലും റൈറ്റിൽ എഡ്മണ്ടും ലെഫ്റ്റിൽ ബിബിൻ സിംഗും വന്നു. ഏറ്റവും ഫ്രണ്ടിൽ ഒരു ലോൺലി സ്ട്രൈക്കർ എന്ന രീതിയിൽ സിംഗിൾ സ്ട്രൈക്കറായിട്ട് കളിച്ചിരുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ പുതിയ ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള ഹാമിദ് അഹദാദ് ആയിരുന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഇഞ്ചുറി വന്ന് അതിന് പുറത്തിരിക്കേണ്ടി വന്നു. പകരം വന്നത് നമ്മുടെ ദിമിത്രിയോസ് ദൈമത്തക്കോസ് ആണ്. ഈ മാച്ചിലെ 2 ഗോൾ നേടിയതും ദിമിത്രിയോസ് തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു ഫോർമേഷനിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-3-3 തന്നെ ഒരു വേരിയേഷൻ ഒരു 4-1-2-3 അല്ലെങ്കിൽ 4-5-1 ഡിഫൻസിലേക്ക് വരാണെങ്കിൽ ഒരു 4-1-4-1 ഫോർമേഷനിലേക്കും അതുപോലെ തന്നെ 4-1-2-3 ഫോർമേഷനിലേക്കുള്ള വേരിയേഷൻസ് ഈ ഒരു ഫോർമേഷനിലേക്ക് വരുന്നുണ്ട്. ഏത് രീതിയിൽ ഏത് നമ്പർ യൂസ് ചെയ്താലും ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഈ ഒരു ഫോർമേഷനിൽ വരുന്നത് മിഡ്ഫീൽഡിലാണ്. ആ ഒരു മിഡ്ഫീൽഡിൽ 3 പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട്. ആ 3 പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്നത് ഒരു വി ഷേപ്പിലാണ്. ഡിഫൻസിലാണെങ്കിലും ഒഫൻസിലാണെങ്കിലും ഈ വി ഷേപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സിംഗിൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ഒരു പ്ലെയറും ഹാഫ് സ്പേസിൽ കളിക്കുന്ന 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും. ആൻഡ് ഈ ഫോർമേഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ളതും ഒരു ഡിഫറൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളതും ഈ 3 പ്ലേയേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിംഗിൾ DMF വെച്ച് കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വീക്ക്നെസ്സുകൾ കൂടി ഒരു ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം പല ടീമുകളും ഈ ഒരു സിംഗിൾ DMF ഫോർമേഷൻ ചൂസ് ചെയ്യാത്തതിന് കാരണം. ഇനി ഒരു മാച്ചിന്റെ ഗെയിംസിലേക്ക് വരാം. അതിൽ ഈ ഡിഫൻസീവ് ഷേപ്പിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പല സമയത്ത് മോഹൻ ബഗാൻ ബിൽഡപ്പ് ചെയ്യുന്ന മോഹൻ ബഗാൻ പോഷൻ വെക്കുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിലും അറ്റംപ്റ്റുകളുടെ കാര്യത്തിൽ ഓൺ ടാർഗറ്റിലേക്കുള്ള അറ്റംപ്റ്റുകളുടെ കാര്യത്തിൽ മോഹൻ ബഗാൻ ഈ ഒരു മാച്ചിൽ പിറകിലായിരുന്നു. ആൻഡ് അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഈ മാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി ഉള്ളത് ഫ്രണ്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സിനാണ്. ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അതായത് ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ കളിക്കുന്ന 5 പേർക്കാണ് ഏറ്റവും അധികം ഡ്യൂട്ടീസ് ചെയ്യാനുള്ളത്. അതിൽ സിംഗിൾ സ്ട്രൈക്കർ, അതിന് പിറകിലായിട്ട് ഈ 2 സെൻട്രൽ മിഡ്ഫീൽഡർ വരും, വൈഡിൽ ഈ പറഞ്ഞ 2 വിങ്ങേഴ്സ്. ഇത്രയും പ്ലേയേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഈ പറഞ്ഞ ലൈനിലൂടെ ഒരു പന്ത് അപ്പുറത്തേക്ക് എത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ബോൾ പ്രത്യേകിച്ചും മുന്നോട്ടേക്ക് എത്തിക്കാതിരിക്കുക, അത് തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. അതിന് പ്രസ്സിങ്, റിക്കവറീസ് തുടങ്ങിയ കാര്യങ്ങൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ഈ സെൻറ്ററിലേക്ക് വരാണെങ്കിൽ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഇവിടെ വരുന്നത് സെൻറ്ററിലാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ ഡബിൾ സ്ട്രൈക്കറിനെ വെച്ച് കളിക്കുകയാണെങ്കിലും ഡബിൾ പിവറ്റിനെ വെച്ച് കളിക്കുകയാണെങ്കിലും അവിടെ നിന്ന് ഈ ഫോർമേഷനിലേക്ക് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ്ട്രാ ലെയർ ഓഫ് ആ ഒരു പ്രൊട്ടക്ഷനാണ്. ആ ഒരു ഫ്രണ്ട് ലൈനിൽ സ്ട്രൈക്കർ ഉണ്ട്, അദ്ദേഹത്തിന് പിന്നിലായിട്ട് 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, അവർക്കും പിന്നിലായിട്ട് ഒരു CMF ഉണ്ട്. സോ ഇവിടെ ഒരു 3 ലെയർ ഒരു സെന്ററിൽ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പ്ലേയേഴ്സ് ഇപ്പോൾ ഒരു 1-2 പ്ലേയേഴ്സ് പാരലി ആണ് വരുന്നതെങ്കിൽ ഒരൊറ്റ പാസ് കൊണ്ട് ഈ ലൈൻ ബ്രേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സെന്ററിലൂടെയുള്ള ബിൽഡപ്പ് പരമാവധി കുറയ്ക്കാനും പന്ത് റിക്കവർ ചെയ്ത് അങ്ങോട്ടേക്ക് തിരിച്ച് ഓപ്പണന്റ് ഹാഫിലേക്ക് കൗണ്ടറിന് പോകാനാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ പ്രസ്സിംഗിലേക്ക് വരാണെങ്കിൽ ഇവിടെ സ്ട്രൈക്കർ മാത്രമല്ല മിഡ്ഫീൽഡേഴ്സ് കൂടി പ്രസ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രത്യേകിച്ചും ഇപ്പോൾ 2 മെൻ ബിൽഡപ്പ് ആണെങ്കിലും 3 മെൻ ബിൽഡപ്പ് ആണെങ്കിലും 2 രീതികൾക്കെതിരെയും ഈക്വലി എഫക്റ്റീവ് ആണ് ഈ പറഞ്ഞ പ്രസ്സിംഗ്. അതിൽ ഈ ഫ്രണ്ടിൽ ഒരു സ്ട്രൈക്കർ നിൽക്കുമ്പോൾ പല സമയത്തും സർപ്രൈസ് ആയിട്ട് ഈ ബാക്കിലെ ലെയറിൽ നിൽക്കുന്ന സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് മുന്നോട്ട് കയറി വന്ന് പ്രസ് ചെയ്യുന്ന ഒരു രീതി കാണാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ ബിൽഡപ്പ് സിറ്റുവേഷനിൽ അവരുടെ സെൻറ്റർ ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിട്ട് കളിച്ച് ആ ഒരു ബിൽഡപ്പ് തുടങ്ങുന്ന സിറ്റുവേഷനിൽ അവരുടെ സെൻറ്റർ ബാക്കിനെ സർപ്രൈസിംഗ്ലി പെട്ടെന്ന് ഈ ബാക്കിൽ നിൽക്കുന്ന സെൻട്രൽ മിഡ്ഫീൽഡർ കയറി ഒരു ഹാഫ് സ്പേസ് യൂസ് ചെയ്ത് പ്രസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് കയറി പോകുന്നതും ആ സെൻറ്റർ ബാക്കിനെ ഫോഴ്സ്ഫുള്ളി ഈ പറഞ്ഞ പോലെ ആ ഒരു വൈഡിലേക്ക് കളിപ്പിക്കുന്ന രീതിയും കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനെ പ്രസ് ചെയ്യാൻ ഈസിയായിട്ട് മുന്നോട്ട് കയറി പ്രസ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം കൊടുക്കുന്നത് ബാക്കിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു സിംഗിൾ
ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ഇത് പല സമയത്തും ഇപ്പോൾ ട്രാൻസിഷനൊക്കെ വരുന്ന സമയത്ത് സ്ട്രൈക്കർ ഒറ്റക്കായി പോകുന്ന പ്രസ്സിംഗ് സ്ട്രൈക്കർ മാത്രം ഒറ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെന്ററിലൂടെയുള്ള റിക്കവറീസ് നമ്മൾ ഈ ഒരു മാച്ചിൽ തന്നെ ഒരുപാട് മഹേഷ് റിക്കവർ ചെയ്യുന്ന, അതുപോലെ തന്നെ മിഗ്വൽ റിക്കവർ ചെയ്യുന്ന ഒരുപാട് പന്തുകൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഒരു 4-4-2 അല്ലെങ്കിൽ ഡബിൾ പിവറ്റായിട്ട് കളിക്കുന്ന സിറ്റുവേഷനിൽ സെന്ററിൽ മിക്കപ്പോഴും ഈ ഡിഫൻസിൽ നിന്ന് പാസ് വാങ്ങുന്നത് ഒരൊറ്റ സിംഗിൾ പ്ലെയർ ആയിരിക്കും ഓപ്പണന്റ് ടീമിന്റെ. സോ അവിടെ ഈ പറഞ്ഞ പ്ലെയറിനെ ടേൺ ചെയ്ത് ആ ഒരു പാസ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാതെ ഈ പറഞ്ഞ സെന്റർ മാനേജ് ചെയ്യുന്നതും അവിടെ നിന്ന് റിക്കവറീസ് കൊണ്ടുവരുന്നതും കാണാൻ സാധിക്കും. സോ അങ്ങനെയുള്ള റിക്കവറീസ് ഒരുപാട് ഈ ഒരു മാച്ചിൽ നമ്മൾ സെന്ററിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മിഗ്വലും മഹേഷും റിക്കവർ ചെയ്തിരിക്കുന്ന പന്തുകൾ അപ്പുറത്തേക്ക് പെട്ടെന്ന് തന്നെ കൗണ്ടർ അറ്റാക്ക് ആക്കി മാറുന്നതും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഇവിടെ സെന്ററിൽ ഇത്രയും പ്രൊട്ടക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പണന്റ് പ്ലേയേഴ്സ് ഫോഴ്സ്ഫുള്ളി വൈഡിലേക്ക് കളിക്കാൻ ശ്രമിക്കും, വൈഡ് യൂസ് ചെയ്ത് മുന്നോട്ട് കയറി വരാൻ ശ്രമിക്കും. സോ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഈ ഒരു ഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ഒരു വിംഗറിന്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്, ഫുൾ ബാക്കിന്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. സെന്ററിൽ ഈ വൺ ഓഫ് ദ സെന്റർ മിഡ്ഫീൽഡർ, രണ്ട് സെന്റർ മിഡ്ഫീൽഡേഴ്സ് ആ ഒരു രണ്ട് ഹാഫ് സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു സെന്റർ മിഡ്ഫീൽഡറിന് റൈറ്റിലേക്കും പോകാം, മറ്റേ സെന്റർ മിഡ്ഫീൽഡറിന് ലെഫ്റ്റിലേക്കും പോകാം. സോ അങ്ങനെ ആ ഒരു 3 മെൻ ബ്ലോക്ക് ആ ഒരു വൈഡിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ സെയിം സംഭവം നമ്മൾ 4-4-2 പറ്റി കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ് ഈ 3 പ്ലേസ് വരുന്നത്. പക്ഷേ ആ ഫോർമേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വരുന്ന ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ 2 പ്ലേയേഴ്സ് 2 വൈഡിലേക്ക് പോയാലും സ്റ്റിൽ അവിടെ ഒരു പ്ലെയറിന്റെ കൂടി സേവനം ലഭിക്കും എന്നുള്ളതാണ്, ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ. സോ ആ പ്ലെയറിന് സെൻറ്ററിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വരുന്ന പന്തുകൾ റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കാനോ സാധിക്കും. സോ ഈ രീതിയിലാണ് ഈ 5 പ്ലേയേഴ്സിന്റെ ഫ്രണ്ട് ലൈൻ പ്രസ്സിംഗ് ഡ്യൂട്ടീസ് വരുന്നത്. സോ ഇനിയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് റിക്കവർ ചെയ്യുക, മാക്സിമം പന്തുകൾ സെൻറ്ററിൽ കൂടുതൽ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടും വൈഡിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടും പന്ത് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലേക്ക് ഒരുപാട് സിറ്റുവേഷൻസിൽ ഇത്തരത്തിൽ റിക്കവർ ചെയ്യുന്ന പന്തുകൾ ഈസ്റ്റ് ബംഗാൾ അപ്പുറത്തേക്ക് അറ്റാക്കിന് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഈ സംഭവം നമ്മൾ ഇവിടെ ഈ പറഞ്ഞ 5 പ്ലേയേഴ്സിന്റെ ടാക്ടിക്കൽ ബ്ലോക്ക് നമ്മൾ പറയുമ്പോൾ ഈ ഫോർമേഷൻ തന്നെ ഇതിന്റെ വീക്ക്നെസ് കൂടി ഉണ്ട്. അത് ഈ മാച്ചിൽ മോഹൻ ബഗാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോർമേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കിടക്കുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സിംഗിൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ 2 സൈഡിലുള്ള ഒരു സ്പേസ് ആണ്. മറ്റ് ഡബിൾ പിവറ്റ് വരുമ്പോൾ 2 ഹാഫ് സ്പേസും കവർ ചെയ്ത് ഡിഫൻസീവിൽ നിൽക്കാമെങ്കിൽ ഇവിടെ ഒരു ഒറ്റ പ്ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മാനേജ് ചെയ്യണം. പക്ഷേ ഇത് ഗ്രൗണ്ട് ബോളുകൾ കൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. കാരണം ആ സെന്ററിലൂടെയാണ് ഈ പന്ത് വരുന്നത്. സോ ഇവിടെ മോഹൻ ബഗാൻ യൂസ് ചെയ്യുന്നത് ഓവർഹെഡ് ബോളുകൾ, ഹൈ ബോളുകളാണ്. പല സമയത്തും ഇതുപോലെ ആദ്യത്തെ 1-2 സമയത്ത് സെന്ററിൽ കാര്യമായിട്ട് ബ്ലോക്ക് വരുമ്പോൾ ഫോഴ്സ്ഫുള്ളി അവർ ഹൈ ബോൾ കളിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ടാക്ടിക്കലി അവർ ഹൈ ബോൾ കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത് ഫോഴ്സ്ഫുള്ളി കളിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഹൈ ബോളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് കുറച്ചുകൂടി റിസ്ക് ഉണ്ട്. അതായത് ഡിഫെൻഡ് ചെയ്യുന്ന ടീമിന് അത് അഡ്വാൻറ്റേജ് ആണ് ഹൈ ബോളുകൾ. കാരണം ആ ഹൈ ബോൾ ഫസ്റ്റ് ടച്ചും സെക്കൻഡ് ടച്ചും സ്വന്തമാക്കിയാൽ മാത്രമാണ് പൊസിഷൻ ആ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. ഇൻ കേസ് ഫസ്റ്റ് ടച്ച് മോശമായി കഴിഞ്ഞാൽ അവിടെ വെച്ച് പന്ത് റിക്കവർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ പോക്കറ്റിൽ നിന്ന് ഹൈ ബോളുകൾ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഫസ്റ്റ് ഹാഫിൽ കളിക്കുന്ന ബോളുകളെല്ലാം ഈസ്റ്റ് ബംഗാൾ മാക്സിമം റിക്കവർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതൊരു ടാക്ടിക്സ് ആയിട്ട് ലിസ്റ്റൻ കൊളാസോയും ജെയ്സൺ കമ്മിൻസിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ പ്ലെയറൊക്കെ ഈ പറഞ്ഞ സ്പേസ് യൂസ് ചെയ്ത് ഹൈ ബോൾസ് റിസീവ് ചെയ്യുന്ന രീതി കാണാൻ സാധിച്ചിരുന്നു. അവിടെയാണ് മോഹൻ ബഗാൻ കുറച്ചുകൂടി സെക്കൻഡ് ഹാഫിൽ തിരിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. കുറച്ചുകൂടി അവർ അറ്റാക്കിലേക്ക് വരുന്നുണ്ടായിരുന്നു, കൂടുതൽ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫെൻഡിങ് അത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് മൻവർ അലി ആണെങ്കിലും മൻവറിൻ്റെ ബോക്സിൻ്റെ അകത്തൊരു ടാക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ ഫോറിൻ പ്ലെയർ സിബിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷീൽഡിങ്, അതിൻ്റെ റിക്കവറീസ്, ബ്ലോക്സ്, അതെല്ലാം ഈ ഒരു മാച്ചിൽ വളരെ നന്നായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ ബാക്സിൻ്റെ പെർഫോമൻസും ചുങ്നുങ്കി ആണെങ്കിലും റാക്കിപ്പ് ആണെങ്കിലും ഇവിടെ ടാക്ടിക്സ് മാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. ആ ടാക്ടിക്സിൽ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൂടി വന്നാലാണ് റിസൾട്ട് കിട്ടുക. അത് ഡിഫെൻസീവിൽ ഇത്തരം സിറ്റുവേഷൻസിൽ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ചും ഒരുപാട് ഇടങ്ങളിൽ ഈസ്റ്റ് ബംഗാൾ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ ഡിഫൻസ് ഈ രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അറ്റാക്കിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഫുൾ ടൈം നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡിഫെൻഡ് ചെയ്യുമ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഫോർമേഷൻ നമുക്ക് തുറന്നു തരുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രയും പ്ലേസ്, ഈ പറഞ്ഞ 5 പ്ലേയേഴ്സ് ഫ്രണ്ട് ലൈൻ പ്രസ്സിങ്ങിനെ നിയോഗിച്ച 5 പ്ലേയേഴ്സ് തന്നെ അറ്റാക്കിലേക്കും വരുന്നു എന്നുള്ളതാണ്. എപ്പോഴൊക്കെ പന്ത് റിക്കവർ ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ പ്ലേയേഴ്സിനെല്ലാം നമുക്ക് ഓപ്പൺ ഹാഫിൽ കാണാൻ സാധിക്കും. അതിൽ ഈ പറഞ്ഞ 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ്, നമ്മുടെ ഒരു പ്രോഗ്രഷൻ നടക്കുന്ന ഫുട്ബോൾ ഒരു പിച്ചിൽ ആ ഒരു ഏറ്റവും കൂടുതൽ പാസുകൾ കളിക്കാൻ പറ്റുന്ന, ഫ്രണ്ടിലേക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള പാസുകൾ കളിക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയയിൽ മാക്സിമം പ്ലേയേഴ്സിനെ കൊണ്ടുവരാണെങ്കിൽ അത് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ ഈ ഫോർമേഷനിൽ ആ രീതിയിൽ 2 പ്ലേയേഴ്സ് ഉണ്ട്, മഹേഷും അതുപോലെ തന്നെ ഈ പറഞ്ഞ മിഗ്വലും. അതിൽ 2 പ്ലേയേഴ്സും അത്യാവശ്യം നന്നായിട്ട് പന്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഈ 2 പ്ലേയേഴ്സ് മുന്നോട്ട് കയറി വരുന്നുണ്ട്. പ്രത്യേകിച്ചും രണ്ടാമത്തെ ഗോളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ആ ഒരു ഫ്രണ്ടിലേക്കുള്ള പാസ് വരുമ്പോൾ എഡ്മണ്ട് ആ ഒരു വിങ്ങിൽ വെച്ച് പന്ത് റിസീവ് ചെയ്യുമ്പോൾ പല സമയത്തും വിങ്ങിൽ പാസ് റിസീവ് ചെയ്യുന്ന സമയത്ത് സ്ട്രൈക്കറിനെ മാത്രമാണ് നമ്മൾ ഫ്രണ്ടിൽ കാണാറ്. അതുകൊണ്ട് തന്നെ ഈ വിങ്ങേഴ്സ് പലപ്പോഴും ഫോഴ്സ്ഫുള്ളി ഒരു ക്രോസ് കളിച്ച് സ്ട്രൈക്കേഴ്സിനെ കണ്ടെത്തുക, അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇവിടെ എഡ്മണ്ടിൽ പന്ത് കിട്ടുമ്പോൾ ഈ 2 പ്ലേയേഴ്സും മഹേഷും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മിഗ്വലും ഹാഫ് സ്പേസസിൽ പാസിംഗ് ഓപ്ഷനായിട്ട് അവൈലബിൾ ആണ്. മിഗ്വൽ ആ പന്ത് കൃത്യമായ രീതിയിൽ പന്ത് വാങ്ങിച്ച് മുന്നോട്ടേക്ക് റണ്ണ് നടത്തുന്നുണ്ട്. മിഗ്വലിന് വീണ്ടും ഒരു ഓപ്ഷൻ, സ്ട്രൈക്കറിന് പിന്നിൽ വീണ്ടും ഒരു ഓപ്ഷൻ ആയിട്ട് മഹേഷ് വരുന്നുണ്ട്. മഹേഷാണ് പിന്നെ
ദിമിത്രോസിലേക്ക് എത്തിക്കുന്നതും ദിമിത്രോസ് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇവിടെ പല സമയത്തും ഹാഫ് സ്പേസിൽ ഒരു കൗണ്ടർ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പന്ത് റിക്കവർ ചെയ്യുമ്പോഴോ എപ്പോഴും ഈ രണ്ട് പ്ലേയേഴ്സ് സ്ട്രൈക്കറിന് പിന്നിൽ അവൈലബിൾ ആണ്. സോ ഈ സ്ട്രൈക്കറിനെ കണ്ടെത്താൻ എപ്പോഴും ഒരു ഓപ്ഷൻ ഈ രണ്ട് പ്ലേയേഴ്സിനുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് പ്ലേയേഴ്സ് വൈഡിൽ വിങ്ങിൽ ആ ഒരു സൈഡിൽ ചേർന്ന് ഹാഫ് സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വിങ്ങറായിട്ട് എപ്പോഴും ഒരു വിങ്ങറായിട്ട് ലിങ്കപ്പ് കളിക്കാനും വിങ്ങറായിട്ട് ആ ഒരു കോമ്പിനേഷൻ കളിക്കാനും ഒരു ഹൈ സ്വിച്ച് ഓവർ വിങ്ങിലേക്ക് വരുമ്പോൾ ആ പന്ത് റിട്ടേൺ വാങ്ങിക്കാനും ഒക്കെ ഈ പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റിൽ അവിടെ ഒരു കവർ, ഒരു എക്സ്ട്രാ കെയർ ആയിട്ട് ബാക്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് പ്ലേയേഴ്സിന് ഒരു ഫ്രീഡം, മുന്നോട്ട് കയറിപ്പോകാനുള്ള ഫ്രീഡം അപ്പോഴും കിട്ടുന്നുണ്ട്. അതിൽ ഈ ഒരു മാച്ചിൽ എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നിയ പെർഫോമൻസുകളിൽ ഒന്ന് ഈ പറഞ്ഞ മിഗ്വൽ പെരേരയുടേതാണ്. പ്ലെയർ അത്യാവശ്യം വന്നിട്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സൈഡിൽ കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ കൃത്യമായി സൂട്ടബിൾ ആവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. കാരണം നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്യാൻ എബിലിറ്റി ഉള്ള, ബോൾ കീപ്പ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ഇപ്പോൾ ആ ഒരു മാച്ചിൽ പിന്നീട് മോഹൻ ബഗാൻ ഗോൾ തിരിച്ചടിച്ചതിന് ശേഷം അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ഈ സൗവിക് ചക്രവർത്തിയെ കൊണ്ടുവന്നിട്ട് 4-1-2-3 മാറി വീണ്ടും ആ ഒരു ഡബിൾ പീഡിലേക്ക് പോയി ഡിഫൻസ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ടാക്ടിക്കൽ ചേഞ്ചും ഈ ഒരു മാച്ചിൽ കണ്ടിരുന്നു. എന്തായാലും ടാക്ടിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായിട്ട് വന്ന ഒരു മാച്ച് കൂടിയാണത്. എന്തായാലും ഈ ഒരു മാച്ചിൽ ഓസ്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷൻ ടാക്ടിക്കൽ വേരിയേഷനും വളരെയധികം ഇംപ്രസീവായിട്ടും ആ ഒരു ഫോർമേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. എന്തായാലും ഈ ഒരു മാച്ച് നിങ്ങൾ കണ്ടതാണെങ്കിൽ, ഇതല്ലാതെ നിങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്കതിൽ മറ്റൊരു കാണാം. ബൈ.